കേരളമടക്കം 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആസാം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം, പിന്നെ പോണ്ടിച്ചേരി. അതിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ പല നിർണായക മാറ്റങ്ങളും സംസ്ഥാനത്ത് സംഭവിക്കും. 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ തുടരുമോ, അതോ ആ LDF സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് UDF കയറി വരുമോ? ഇനി ഇത് രണ്ടുപേരെയും തൂത്തെറിഞ്ഞുകൊണ്ട് BJP ഒരു വിസ്മയമാകുമോ എന്ന ചർച്ചകൾ കേരളത്തിലെമ്പാടും നടക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തും, പ്രത്യേകിച്ചും മലയാളികൾ ധാരാളമുള്ള ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ ഈ ഒരു വിഷയം ഇപ്പോൾ ചൂടുപിടിച്ച ചർച്ചയിലാണ്. രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ. ഈ പറഞ്ഞതുപോലെ LDF ഭരണത്തിൽ തുടരുമോ, UDFന് മേൽക്കൈ ഉണ്ടോ, UDF ഭരണം തിരിച്ചു പിടിക്കുമോ, BJPയുടെ നില എങ്ങനെയായിരിക്കും എന്ന വിഷയങ്ങൾ നമുക്കും ഒന്ന് പരിശോധിക്കാം. ഈ പറഞ്ഞതുപോലെ BJP കൂടുതൽ സീറ്റുകൾ നേടിയാൽ കേരളത്തിൽ ഒരു തൂക്ക് സഭ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ UDFന് ഒരു മേൽക്കൈ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നാൽ BJP ഒട്ടും മോശമല്ലാത്ത പ്രകടനം പല ജില്ലകളിലും കാഴ്ചവെച്ചിട്ടുണ്ട്, തിരുവനന്തപുരം ഉൾപ്പെടെ. തിരുവനന്തപുരത്ത് അവർക്ക് നഗരസഭാ ഭരണം പിടിക്കാൻ സാധിച്ചു. അതുപോലെ എറണാകുളത്ത് തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിലും BJP ഭരണം പിടിച്ചു. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടി പഞ്ചായത്തുകളിലേക്ക് BJP ഭരണം ഇക്കുറി ഏതാണ്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലം, കോഴിക്കോട് കോർപ്പറേഷനുകളിലും BJPക്ക് 2 അക്കം കടക്കാൻ കഴിഞ്ഞു. കൊല്ലത്ത് 12 സീറ്റും കോഴിക്കോട് 13 സീറ്റുമാണ് BJP നേടിയത്. അതുകൊണ്ട് തന്നെ BJPയെ എഴുതിത്തള്ളാൻ കഴിയില്ല. BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി കേരളത്തിൽ കാലുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏതാണ്ട് 20%-നടുത്ത് 19.72% വോട്ടാണ് നേടിയത്. അത് അത്ര ചെറിയ കാര്യമല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ BJPയുടെ വോട്ട് ശതമാനം 14 ചില്ലറയാണ്. കഴിഞ്ഞ തവണ ഒരല്പം കൂടി കൂടുതലുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ ഏതെങ്കിലും കോർപ്പറേഷനുകളോ ഈ പറയുന്നത് പോലെയുള്ള മുന്നേറ്റമോ ഒന്നും BJPക്ക് നടത്താൻ കഴിഞ്ഞില്ല. ഇക്കുറി വോട്ട് ശതമാനം കുറഞ്ഞെങ്കിലും BJP തിരുവനന്തപുരത്തും തൃപ്പൂണിത്തറയിലും അതുപോലെ പാലക്കാട് BJP ഭരണം നിലനിർത്തി. 2016 മുതൽ പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJPയാണ്. ഇക്കുറി BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറാൻ കഴിഞ്ഞു. പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭരണം BJP നിലനിർത്തി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമുക്ക് അറിയാം അവിടെ ഇന്ത്യ മുന്നണി പ്രവർത്തനക്ഷമമാകുമോ, BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ LDFും UDFും ഒരുമിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ, വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ തിരുവനന്തപുരത്തും കൊല്ലത്തും അതുപോലെ തന്നെ കോഴിക്കോടും പിന്നെ പാലക്കാടും ഒക്കെ BJP വിസ്മയം സൃഷ്ടിച്ചാൽ ഈ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു തൂക്ക് സഭ കേരളത്തിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട്. ശരിയായി പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം എന്നതിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്നത് പിണറായി വിരുദ്ധ വികാരം അഥവാ പിണറായി വിരുദ്ധ
തരംഗം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്ക് പോലും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ തോറ്റ് പാർട്ടിയും മുന്നണിയും പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലത് എന്ന ചിന്ത രൂഢമൂലമാണ്. അതായത് പാർട്ടിക്കാർ ചിന്തിക്കുന്നത് ഈ പാർട്ടി നിലനിൽക്കണമെങ്കിൽ, ഈ പാർട്ടിയെ രക്ഷിക്കണമെങ്കിൽ, ഇന്ന് പാർട്ടിക്കുണ്ടായിരിക്കുന്ന അപജയത്തിൽ നിന്ന് പാർട്ടിയെ കരകയറ്റണമെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി പ്രതിപക്ഷത്തിരിക്കണം. വരുന്ന 5 വർഷം പാർട്ടി പ്രതിപക്ഷത്തിരുന്നാൽ കൂടുതൽ കരുത്താർജിക്കും, കൂടുതൽ ശക്തിയോടുകൂടി മടങ്ങി വരാൻ കഴിയും എന്നൊക്കെയാണ് പാർട്ടിക്കാർ പോലും വിലയിരുത്തുന്നത്. നല്ലൊരു ശതമാനം പാർട്ടിക്കാരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷവും ഈ CPM നേതൃത്വത്തിലുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ CPM നേതൃത്വത്തിലുള്ള, അതുപോലെ CPI നേതൃത്വം കൊടുക്കുന്ന യൂണിയനുകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ ഈ സർക്കാരിൻ്റെ ഭരണത്തിൽ കടുത്ത അസംതൃപ്തി ഉള്ളവരാണ്. അവരുടെ DA കുടിശ്ശിക തടഞ്ഞു വച്ചിരുന്നതൊക്കെ നമുക്കറിയാം. വൈകിയ വേളയിൽ ആ DA കുടിശ്ശിക കൊടുത്തു തീർക്കാൻ തീരുമാനമെടുത്തെങ്കിലും എന്ന്, എപ്പോൾ, എങ്ങനെ കൊടുക്കും എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരമില്ല. അതുമാത്രമല്ല, DA എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഔദാര്യമാണ്, അത് ജീവനക്കാരൻ്റെ അവകാശമല്ല, അതൊരു ആനുകൂല്യമല്ല എന്നൊക്കെയാണ് കേരളത്തിൻ്റെ ധനമന്ത്രി KN ബാലഗോപാൽ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ വെച്ച് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഒന്നടങ്കം ഈ സർക്കാരിന് എതിരാണ്. അവരുടെ അസംതൃപ്തി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾ വലിയ രീതിയിൽ വിലക്കയറ്റം കൊണ്ടും മറ്റ് ജീവിത സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെയാണ് മുഖ്യമന്ത്രിയും കൂട്ടരും നടത്തുന്ന രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ നാടകങ്ങളും. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഇടതുപക്ഷത്തിന് വിചാരിച്ച ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ആ ഇടത് വിരുദ്ധത, അല്ലെങ്കിൽ ഈ സർക്കാർ വിരുദ്ധ, ഭരണവിരുദ്ധ വികാരം ആർക്ക് ഗുണം ചെയ്യും എന്ന ചോദ്യമാണ് ഉയരുന്നത്. സ്വാഭാവികമായും മുഖ്യ പ്രതിപക്ഷത്ത് തുടരുന്ന UDFന് തന്നെ അത് ഗുണം ചെയ്യും എന്നാണ് വിലയിരുത്തുന്നത്. എന്നാൽ അവിടെയും രാഷ്ട്രീയ നിരീക്ഷകർ BJPയെ എഴുതി തള്ളുന്നില്ല. BJPക്ക് ഏതാണ്ട് 35-ലധികം സീറ്റുകളിൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് തെരഞ്ഞെടുപ്പ്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ഇത് സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ BJPയുടെ സാധ്യതകളെ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള, ഈ സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ആ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 2016 മുതൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും 2021 മുതൽ ദേവസ്വം മന്ത്രിയായ ശ്രീ VN വാസവനും ഒരുപോലെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അയ്യപ്പ ഭക്തർ സംശയിക്കുന്നു. ഇത് സംബന്ധിച്ച് വലിയ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തെ ഈ സർക്കാർ എങ്ങനെയാണ് അട്ടിമറിച്ചതെന്ന് ഇന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത്തരത്തിൽ ഒരു സ്വർണ്ണക്കൊള്ള നടക്കുകയും അതിന് കാരണമായ, അതിൻ്റെ പങ്ക് പറ്റുകയും ചെയ്ത ആൾക്കാർ എല്ലാവരും ആ പോലീസിൻ്റെ പിടിയിലായെങ്കിലും അവരൊക്കെ ഇന്ന് നിർബാധം ജാമ്യം നേടി പുറത്ത് വിഹരിക്കുകയാണ്. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ മന്ത്രിയായിരുന്ന 2 പേരെയും SIT കൃത്യമായി ചോദ്യം ചെയ്യുകയോ അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് സർക്കാരിനും അതുപോലെ LDFനും കനത്ത തിരിച്ചടി നൽകുമെന്ന് തീർച്ചയാണ്. ഈ തിരിച്ചടി ആർക്ക് ഗുണം ചെയ്യും? അത് UDFനാണോ അതോ BJPക്കാണോ? ഈ ചോദ്യത്തിന് പെട്ടെന്ന് ഒരു ഉത്തരം പറയാൻ സാധ്യമല്ല.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ഭുതങ്ങൾ, വിസ്മയങ്ങൾ സംഭവിക്കാം. അങ്ങനെ വിസ്മയങ്ങൾ സംഭവിച്ചാൽ 10-ലധികം സീറ്റുകൾ BJP നേടിയാൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് വഴിവെക്കും. ചിലരുടെയൊക്കെ തലകൾ ഉരുളും. അവരുടെ രാഷ്ട്രീയം, ആ പാർട്ടികളുടെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. മുന്നണി സമവാക്യങ്ങൾ മാറി മറിയും. ഇതിനെല്ലാം 2026 അസംബ്ലി തിരഞ്ഞെടുപ്പ് കാരണമാകും. കേരളത്തിലെ 2 പ്രബല രാഷ്ട്രീയ പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് UDF എന്ന മുന്നണിക്ക് നേതൃത്വം നൽകുന്നത്. CPIM ആണ് LDF എന്ന മുന്നണിക്ക് നേതൃത്വം നൽകുന്നത്. ഈ 2 കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി ജയിച്ച് അധികാരത്തിൽ വന്നില്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാണ്. കോൺഗ്രസ് ജീവശ്വാസം നഷ്ടപ്പെട്ട് മൃതപ്രായമായ അവസ്ഥയിലാണ്. ആ കോൺഗ്രസ്സിന് പുനരുജ്ജീവനം കൊടുത്തത് ഈ സർക്കാരിൻ്റെ നയവൈകല്യങ്ങളാണ്, സ്വർണ്ണക്കൊള്ള അടക്കമുള്ള ക്രിമിനൽ കുറ്റങ്ങളാണ്. അതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ UDFന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചത്. അതുമാത്രമല്ല, ന്യൂനപക്ഷ സമുദായങ്ങൾ, മുസ്ലിം, ക്രിസ്ത്യൻ ഈ 2 സമുദായങ്ങളുടെയും വോട്ടുകൾ ഇക്കുറി UDFൽ ഏകീകരിച്ചിരിക്കുകയാണ്. ഈ വോട്ട് ബാങ്കുകൾ ഇപ്പോൾ UDFനൊപ്പമാണ്. ഇതും LDFന് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. 2021 2016 കൃത്യമായിട്ടും BJP ഭയം ചൂണ്ടിക്കാട്ടി RSS എന്ന ഒരു പേര് പറഞ്ഞ് ഈ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലെത്തിക്കാൻ LDFനും CPIMനും സാധിച്ചിരുന്നു. എന്നാൽ 2026 സ്ഥിതി വ്യത്യസ്തമാണ്. ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ അവർക്കൊപ്പമല്ല, അത് UDFൽ മടങ്ങിപ്പോയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ബാക്കി വരുന്ന ഹിന്ദു വോട്ടുകൾ, നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാനാണ് CPM കൊടിയ പരിശ്രമം നടത്തിയത്. പക്ഷേ അതിൽ അവർ വിജയിച്ചില്ല എന്ന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് തെളിയിക്കുന്നു. വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും സ്ഥിതി വ്യത്യാസം ഉള്ളതായിരിക്കില്ല എന്ന് നമുക്ക് കരുതാം. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ട LDFൻ്റെ, CPIMൻ്റെ വോട്ടുകൾ എങ്ങോട്ടാണ് പോയത്? നിസ്സംശയം പറയാം, അത് BJPക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് 45 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച തിരുവനന്തപുരം നഗരസഭ കേവലം 26 സീറ്റുകൾ മാത്രം നേടി CPIM നേതൃത്വം നൽകുന്ന LDF ഭരണം BJPക്ക് അടിയറ വച്ചത്. BJP ആകട്ടെ 50 സീറ്റുകളിൽ വിജയിച്ച് ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയോടുകൂടി നഗരഭരണം പിടിച്ചെടുത്തു. കഴിഞ്ഞ 1.5 മാസമായിട്ട് മികച്ച ഭരണം കാഴ്ചവെച്ചുകൊണ്ട് BJP മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ നഗര കേന്ദ്രീകൃത 4 മണ്ഡലങ്ങൾ, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, നേമം, ഈ 4 മണ്ഡലങ്ങളിലും BJP കടുത്ത വിജയപ്രതീക്ഷ വച്ചു പുലർത്തുന്നു. ഈ 4 മണ്ഡലങ്ങളിലും വട്ടിയൂർക്കാവ് ഒഴിച്ച് ബാക്കി 3 സ്ഥലത്തും കോൺഗ്രസ് ദുർബലമാണ്. ഇവിടെയൊക്കെ വിജയിച്ച് കയറാൻ ശക്തമായൊരു ത്രികോണ മത്സരം നടക്കാൻ പോകുന്നത് ഒരു പക്ഷേ വട്ടിയൂർക്കാവിലായിരിക്കും. ആ 4 മണ്ഡലങ്ങളും വിജയിച്ച് കയറാനാകും BJPയുടെ ശ്രമം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് BJP 10-ലധികം സീറ്റുകൾ നേടിയാൽ ഒരു പക്ഷേ ഒരു തൂക്കുസഭ കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന്. എന്തായാലും കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം. തെരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷൻ, വിജ്ഞാപനം ഇതുവരെ വന്നിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ഈ മാസം 15-ാം തീയതിയോടുകൂടി ഒരു പക്ഷേ നോട്ടിഫിക്കേഷൻ, വിജ്ഞാപനം പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ വിഷയവുമായിട്ട് വീണ്ടും വരാം. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ, സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകട്ടെ. നമുക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ, രാഷ്ട്രീയ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത്, ആർക്കനുകൂലമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറെ കൂടി വിശദമായിട്ട് നമുക്ക് വിശകലനം ചെയ്യാം.